ോയിൽ സ്നേഹം നിറഞ്ഞവരെ, ഹല്ലേലൂയായിരുന്ന് തീത്തോസിൻ്റെ ലേഖനം, പൗലോസ്ലീഹ തീത്തോസിന് എഴുതിയ ലേഖനത്തിൽ 3-ാം അധ്യായം 6-ാം വചനം. ദൈവം നമ്മുടെ രക്ഷകനായ യേശു ക്രിസ്തുവിലൂടെയാണ് പരിശുദ്ധാത്മാവിനെ നമ്മുടെ മേൽ സമൃദ്ധമായി വർഷിച്ചത്. According to Titus chapter 3 verse 6, Jesus Christ died as a sacrifice to save us. So now God has poured His Holy Spirit into us to fill us. ഈശോയിൽ സ്നേഹം നിറഞ്ഞവരെ, യേശുക്രിസ്തുവിലുള്ള ഒരു ജീവിതചര്യ പൗലോസ്ലീഹ ഈ ലേഖനത്തിലൂടെ നമ്മളോട് പറഞ്ഞ് മനസ്സിലാക്കുന്നുണ്ട്. നമുക്കെല്ലാവർക്കും അറിയാം, ഈശോ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നു, ഭൂമിയിൽ വന്നു നമുക്ക് വേണ്ടി പീഡ സഹിച്ചു മരിച്ചു. നമ്മെ പ്രതി ദൈവത്തിൻ്റെ സ്നേഹം കൊണ്ടാണ്, ഭൂമിയിലുള്ള മനുഷ്യ മക്കളോടുള്ള സ്നേഹം കൊണ്ടാണ്, ദൈവത്തിന് അകന്ന് പലവിധ ദുഷ്ടവിചാരങ്ങൾക്കും പലതരത്തിലുള്ള ദ്രോഹങ്ങൾക്കും ഉപദ്രവങ്ങൾക്കും നമ്മുടെ ജീവിതചര്യ തന്നെ ഒരുപക്ഷെ മാറിപ്പോയ, ദൈവത്തിന് അകന്നുപോയ, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിന് വന്നു വസിക്കാൻ പറ്റാത്ത രീതിയിൽ നമ്മുടെ ജീവിതങ്ങൾ തന്നെ സുഖഭോഗങ്ങൾക്കും മറ്റു തരത്തിലുള്ള ഭോഗാസക്തികളും കൊണ്ടൊക്കെ നിറഞ്ഞ് സുഖിച്ച് ലയിച്ച് തിന്നും കുടിച്ചും ജീവിച്ചു പോകുന്ന ഒരു സമൂഹ മധ്യത്തിലേക്ക് പിതാവായ ദൈവത്തിൻ്റെ പുത്രനായ യേശു ക്രിസ്തു ഇറങ്ങി വരുമ്പോൾ ദൈവത്തിനൊരു ആഗ്രഹമുണ്ടായിരുന്നു, ഒരു പദ്ധതി ഉണ്ടായിരുന്നു. അവനിൽ വിശ്വസിക്കുന്നവനെ നിത്യജീവൻ പ്രദാനം ചെയ്യുവാൻ പിതാവായ ദൈവം ആഗ്രഹിച്ചിരുന്നു. ഒരുപക്ഷെ പാപം ഈ ഭൂമി മുഴുവൻ നിറഞ്ഞ് കവിഞ്ഞു കൊണ്ടിരുന്നപ്പോൾ തൻ്റെ പുത്രനെ ഭൂമിയിലേക്ക് പറഞ്ഞു വിട്ട് തൻ്റെ പുത്രനിൽ പൂർണ്ണമായി വിശ്വസിക്കുന്ന ദൈവപുത്രനാണെന്ന് വിശ്വസിച്ച് അവൻ പറയുന്ന വചനങ്ങളെ കേട്ട് അനുദപിച്ച് പശ്ചാത്തപിച്ച് ഒരു പുതിയ ജനനമായി ഒരു വീണ്ടും ഒരു ജനനമുണ്ടാകുന്ന ഓരോ വ്യക്തിക്കും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഓട്ടോമാറ്റിക്കായിട്ട് അവനിലുണ്ടാകും. അത് നൽകിക്കൊണ്ടേയിരുന്ന ഒരു ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഉണ്ടായിരുന്നു ഈ ഭൂമിയിൽ. ഈശോ സ്നേഹം നിറഞ്ഞവരെ, മാമോദീസായിൽ നമുക്കിതെല്ലാം ലഭിച്ചിട്ടുണ്ട്. ഇന്ന് വീണ്ടും നമ്മൾ ഈ പെന്തക്കോസ്തായിലൂടെയൊക്കെ ഒരുങ്ങുമ്പോൾ നമ്മൾ ആ പരിശുദ്ധാത്മാവിനെ ഒന്നുകൂടി നവീകരിക്കുകയാണ്. നമ്മൾ ആ പരിശുദ്ധാത്മാവിനെ നമ്മുടെ കഴിഞ്ഞ കാല പാപങ്ങളെയൊക്കെ ഓർത്തൊന്ന് അനുദപിച്ച് പശ്ചാത്തപിച്ച്, ദൈവമേ, അങ്ങേക്കെതിരെ ഞാൻ കലഹം ചെയ്തു പോയിട്ടുണ്ടോ, അങ്ങേക്കെതിരെ ഞാൻ അല്ലാത്ത രീതിയിൽ മറ്റുള്ളവരോട് പെരുമാറിയിട്ടുണ്ടോ, കർത്താവേ, ഞാൻ ആരെ പറ്റിയെങ്കിലും തിന്മ പറഞ്ഞിട്ടുണ്ടോ, കർത്താവേ, ഞാൻ ആരോടെങ്കിലും മോശമായി പെരുമാറി മര്യാദ പ്രകടിപ്പിക്കാതിരുന്നിട്ടുണ്ടോ, കർത്താവേ, ഞാൻ ഒരു കാലത്ത് മൂടനും തെറ്റുകാരനും അനുസരണയില്ലാത്തവനും ഒക്കെയായി തെറ്റായ മാർഗത്തിലൂടെ ഒക്കെ ജീവിച്ചു പോയി എൻ്റെ പലവിധ മോഹങ്ങൾ ഭോഗാസക്തികളിലൂടെയൊക്കെയാണ് കർത്താവേ ഞാൻ ജീവിച്ചത്. അന്നൊരു പക്ഷേ ഞാൻ അങ്ങിൽ നിന്ന് അകന്നുപോയ നിമിഷങ്ങളായിരിക്കാം. ഒരുപക്ഷെ അങ്ങിൽ നിന്ന് ഞാൻ അകന്ന് എൻ്റെ ജീവിത സുഖത്തിന് വേണ്ടി, എൻ്റെ ആഡംബരത്തിന് വേണ്ടി, എൻ്റെ മറ്റു പല സൗകര്യത്തിന് വേണ്ടി ഞാൻ പോയ ദിവസങ്ങളായിരിക്കാം. കർത്താവേ, ഇവയെല്ലാം ഓർത്ത് ഞാൻ മാപ്പി ചോദിക്കുന്നു. എന്നെ ദപിച്ച് പശ്ചാത്തപിച്ച് എൻ്റെ അസൂയയും എൻ്റെ വെറുപ്പും ദേഷ്യവും കോപവും ഒക്കെ ഒന്ന് മാറ്റിവെച്ച് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ ഒന്ന് സ്വീകരിക്കുവാൻ വീണ്ടും ഒരിക്കൽ കൂടി ഒരു നവീകരണത്തിൻ്റെ ആത്മാവായി നമ്മുടെ ഹൃദയത്തിലേക്ക് ഇറങ്ങി വരുവാനായിട്ട് നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. ഈശോ പറഞ്ഞു തരികയാണ്, നമ്മുടെ രക്ഷകനായ ദൈവത്തിൻ്റെയും നന്മയും സ്നേഹം നിറഞ്ഞ കാരുണ്യവും വെളിപ്പെട്ടപ്പോൾ അവിടുന്ന് നമുക്ക് രക്ഷ നൽകി. അത് നമ്മുടെ നീതിയുടെ പ്രവൃത്തി കൊണ്ടല്ല, പിന്നെയോ അവിടുത്തെ കാരുണ്യം മൂലം പരിശുദ്ധാത്മാവിൽ അവിടുന്ന് നിർവഹിച്ച പുനരുജ്ജീവനത്തിൻ്റെയും നവീകരണത്തിൻ്റെയും സ്ഥാനത്താൽ അത്രേ. ദൈവം നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിലൂടെയാണ് പരിശുദ്ധാത്മാവിനെ നൽകിയത്. നമ്മെ പറ്റിയുള്ള കാരുണ്യത്തെ പ്രതി, നമ്മുടെ ജീവിതത്തിൽ നമുക്കുണ്ടായ തെറ്റുകളിൽ നിന്നും കുറവുകളിൽ നിന്നുമൊക്കെ നമ്മളെ രക്ഷപ്പെടുത്തുന്നതിന് വേണ്ടി നമ്മളോട് കാണിച്ച ദയയും കാരുണ്യം ഒക്കെയാണ് ഈശോയിലൂടെ പരിശുദ്ധാത്മാവിനെ നമുക്ക് നൽകുവാനായിട്ട് ദൈവം സാധ്യമാക്കിയത്. ഈശോ സ്നേഹം നിറഞ്ഞവരെ, നമുക്ക് ഇന്ന് ഈ ഒരു വചനങ്ങളെ ഹൃദയത്തിലേക്ക് ഏറ്റെടുക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തിൽ ഒരു നവീകരണത്തിൻ്റെ ആത്മാവ് ഇറങ്ങി വരട്ടെ.
ഇക്കഴിഞ്ഞ കാലങ്ങളിൽ ചെയ്തു പോയ എല്ലാ തെറ്റുകളെയും ഒക്കെ ഓർത്ത് അനുദപിക്കുവാൻ പശ്ചാത്തപിച്ച് പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ് പെന്തക്കോസ്തായിലേക്ക് ഒരുങ്ങുമ്പോൾ പുതിയൊരു ജീവിതം, പുതിയൊരു ജനനം നമ്മുടെ ഹൃദയങ്ങളിലൂടെ ഉണ്ടാകട്ടെ, കുടുംബത്തിലുണ്ടാകട്ടെ, കുഞ്ഞുങ്ങളിലുണ്ടാകട്ടെ. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അഗ്നിനാവായി നമ്മുടെ ഹൃദയത്തിലേക്ക് ഇറങ്ങി വരട്ടെ, നല്ലത് സംസാരിക്കാൻ നമുക്ക് ഇടവരുത്തട്ടെ എന്ന് പ്രാർത്ഥിക്കാം. ആമേൻ. ഓ കാരുണ്യവാനായ പുണ്യതമ്പുരാനെ, ഈ പെന്തക്കോസ്തായിലേക്കൊക്കെ ഞങ്ങൾ ഒരുങ്ങുമ്പോൾ ഞങ്ങളുടെ ഉള്ളങ്ങിൽ കടക്കുന്ന കലഹം, തിന്മ, നന്മ പറയാൻ അറിയാൻ മേലാത്തൊരവസ്ഥകൾ, പലരോടും ഞങ്ങൾക്കുള്ള അസൂയ, ഞങ്ങൾക്ക് ഇല്ലാതെ പോകുന്ന സൗമ്യത, അതായത് ക്ഷമിക്കാൻ കഴിയാൻ മേലാത്ത അവസ്ഥ, ഒരുപക്ഷെ കർത്താവെ ഞങ്ങൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ മൂഢമായ ആത്മാവ് കൊണ്ട് തെറ്റായി ചിന്തിച്ച് ചെയ്തു പോയ അബദ്ധ സഞ്ചാരങ്ങൾ, ഭോഗാസക്തികൾ, കലഹങ്ങൾ, ഭിന്നതകൾ, ദൈവമേ ഞങ്ങളുടെ അതിരങ്ങളിലൂടെ ഇറങ്ങി വന്ന തെറ്റായ വാക്കുകൾ, മറ്റുള്ളവരെ കുറ്റപ്പെടുത്തിയ നിമിഷങ്ങൾ, ഇവയെല്ലാം ഓർത്ത് കർത്താവെ ഞങ്ങൾ അങ്ങയുടെ മുന്നിൽ മാപ്പ് ചോദിക്കുകയാണ്. കർത്താവെ പല വിധത്തിലുള്ള മ്ലേച്ഛതകൾക്ക് ഞങ്ങൾ അടിമപ്പെട്ടു പോയിട്ടുണ്ട് കർത്താവെ, ദ്രോഹത്തിൽ ഞങ്ങൾ അടിമപ്പെട്ടു പോയിട്ടുണ്ട് കർത്താവെ, ഞങ്ങൾ പല വിധത്തിൽ ദുർബുദ്ധി ഉപയോഗിച്ചു പോയിട്ടുണ്ട് മറ്റുള്ളവർക്കെതിരെ. കർത്താവായ ഇവയെല്ലാം ഓർത്ത് കർത്താവെ ഞങ്ങൾ അങ്ങയുടെ സന്നിധിയിൽ മാപ്പ് ചോദിക്കുന്നു. അങ്ങയുടെ പുത്രനെ ഈ ഭൂമിയിലേക്ക് അങ്ങയുടെ കരുണയിൽ ഞങ്ങൾക്ക് തന്നിട്ട് അവയൊന്നും മനസ്സിലാക്കുവാൻ പോലും കഴിവില്ലാത്ത അവസ്ഥകൾ ഞങ്ങൾക്കുണ്ടായിപ്പോയിട്ടുണ്ട്. ഈശോയെ, എൻ്റെ പൊന്നു തമ്പുരാനെ, ഞങ്ങൾ മാപ്പ് ചോദിക്കുന്നു. അങ്ങയുടെ പുത്രൻ്റെ പീഡാനുഭവവും കുരിശുമരണവും ഒക്കെ കർത്താവെ, ഉദ്ധാനവും ഒക്കെ കർത്താവെ ഞങ്ങളുടെ കൺമുമ്പിലൂടെ ഞങ്ങൾ കാണുകയും കേൾക്കുകയും ഒക്കെ ചെയ്തിട്ടും കർത്താവെ ഞങ്ങൾ തെറ്റ് ചെയ്തു പോകുന്ന കർത്താവെ, ഞങ്ങൾക്ക് അങ്ങേക്കെതിരെ പാപം ചെയ്തു പോകുന്ന കർത്താവെ, ഞങ്ങളോട് കരുണയായിരിക്കണേ കർത്താവെ, അങ്ങയുടെ കാരുണ്യം കൊണ്ട് നിറക്കണമേ. ഞങ്ങളുടെ തെറ്റുകളെ ഓർത്ത് ഞങ്ങൾ മാപ്പി ചോദിക്കുന്നു. ഓ കാരുണ്യവാനായ പുണ്യതമ്പുരാനെ, ഇപ്പോൾ പെന്തക്കോസ്തായിലേക്ക് ഞങ്ങൾ ഒരുങ്ങുമ്പോൾ ഞങ്ങളുടെ അനുതാപവും ഞങ്ങളുടെ സങ്കടവും ഞങ്ങളുടെ ദുഃഖവും ഞങ്ങളുടെ ഏറ്റുപറച്ചിലുകളും ഒക്കെ സ്വീകരിച്ച് അവിടുത്തെ പരിശുദ്ധാത്മാവിൻ്റെ ഒരു നവീകരണത്തിൻ്റെ ആത്മാവിൻ്റെ ഒരു പുനരാവിഷ്കരണം ഞങ്ങളിലും ഉണ്ടാക്കി തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ആമേൻ.